അതെ, നിന്റെ ഈ സൗന്ദര്യം നമ്മെ ലഹരി പിടിപ്പിക്കുന്നു. പ്രഭു, ഞാൻ ആശിച്ചതൊക്കെയും കൈപ്പിടിയിൽ ഒതുക്കിയ ചരിത്രമേ ദാവീദിനുള്ളൂ. ഇവിടെയും രാജാവ് ആശിച്ചത് നേടി. എന്നാൽ അത് അവനെ തകർക്കാൻ സാത്താൻ ഒരുക്കിയ കെണിയിലൂടെയാണെന്ന് മാത്രം. എല്ലാം മംഗളമായി ഭവിക്കുന്നതിന് നിർവൃതിയിലിരിക്കുന്ന ദാവീദിന് ബത്ശേബയുടെ ഒരു സന്ദേശം ലഭിച്ചു. ദാവീദിന്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരുന്നു. രാജാവാകെ കുഴഞ്ഞു. തന്റെ ജനത്തിനു മുമ്പിൽ എന്തു സമാധാനം പറയും? കുന്തിച്ചിരിക്കുന്ന ദാവീദിന്റെ കാതുകളിൽ സാത്താന്റെ ആശ്വാസ മന്ത്രം: യുദ്ധക്കളത്തു നിന്നും ഉറിയയെ സ്ഥലത്തെത്തിക്കുക. ബാക്കി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. രാജാവ് തീരുമാനിച്ചു. ഗർഭസ്ഥ ശിശുവിന് ഉത്തരവാദിയാക്കാൻ അവളുടെ ഭർത്താവിനെ യുദ്ധമുഖത്തു നിന്നും ആളയച്ചു വരുത്തി. ആ സമയത്ത് ആളയച്ചു വരുത്തിയത് എന്തെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഉറിയയോട് ആദ്യം അവൻ യുദ്ധമുഖത്തെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നീട് വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം അല്പം വിശ്രമിക്കാൻ ഉറിയയെ പറഞ്ഞയച്ചു. ഉറിയയ്ക്കോ വീട്ടിൽ പോകാനായില്ല. ഉഗ്രപോരാളിയാം ഉറിയയ്ക്കിതുത്തമം, രാജ്യത്തിനായുള്ള യുദ്ധമല്ലേ. ഉഗ്രപോരാളിയാം ഉറിയയ്ക്കിതുത്തമം, രാജ്യത്തിനായുള്ള യുദ്ധമല്ലേ. തൻ സഹയോദ്ധാക്കൾ വെട്ടേറ്റു വീഴുമ്പോൾ വിശ്രമിക്കാൻ അവനാവതില്ല. തൻ സഹയോദ്ധാക്കൾ വെട്ടേറ്റു വീഴുമ്പോൾ വിശ്രമിക്കാൻ അവനാവതില്ല. പ്രഭു, ഉറിയ ഇന്നലെ അവന്റെ ഭവനത്തിൽ പോയില്ല. കാവൽക്കാരോടൊപ്പം പടിപ്പുരയിലാണ് കിടന്നുറങ്ങിയത്. എന്നേ? അവനെ കൂട്ടിക്കൊണ്ടുവരൂ. അടിയൻ. അടിയൻ യുദ്ധരംഗത്തുനിന്ന് വരികയില്ലേ? എന്തേ നീ വീട്ടിൽ പോയി വിശ്രമിച്ചില്ല? പ്രഭു, സൈന്യാധിപൻ യോവാബും നമ്മുടെ മറ്റു യോദ്ധാക്കളും യുദ്ധഭീഷണിയിൽ വെളിമ്പ്രദേശത്ത് താളമടിച്ചിരിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? അങ്ങാണേ എനിക്കതിന് കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ കഴിയുക. നിനക്ക് നാളെ മടങ്ങിപ്പോകാം. ഉത്തരവ്. ആരവിടെ? അടിയൻ. കൊട്ടാരത്തിലായിരിക്കട്ടെ ഇന്നുവിനത്താഴം. എങ്ങനെയെങ്കിലും ഉറിയയെ വീട്ടിലെത്തിക്കാൻ ഇസ്രായേലിന്റെ മഹാരാജാവ് തരംതാണ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. സദ്യവേളയിൽ ദാവീദ് ഉറിയയെ കുടിപ്പിച്ച് ഉന്മത്തനാക്കി. അങ്ങനെയെങ്കിലും അവന്റെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ. ഉറിയയ്ക്കൊരു കുലുക്കവുമില്ല. അന്നും അവൻ വീട്ടിൽ പോയില്ല. രാജാവാകെ അസ്വസ്ഥനായി. ഇതികർത്തവ്യഥാമൂഢനായി നിൽക്കുന്ന രാജാവിനെ സാത്താൻ വീണ്ടും വട്ടമിട്ടു. ഇത്ര അഹങ്കാരിയായ അവനെ എന്തിനു വച്ചേക്കണം? തട്ടിക്കള. ഒന്നടിപതറിയ രാജാവിനെ ഒന്നിനു പുറകെ ഒന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ് സാത്താൻ. കണക്കുകൂട്ടലുകൾ മറ്റൊരു ദിശയിലേക്ക് നീങ്ങി.
ബത്ശബയെ സ്വന്തമാക്കാനായി അടുത്ത നീക്കം. ദാവീദ് സൈന്യാധിപൻ യോവാബിനൊരു സന്ദേശമയച്ചു. ഉറിയയെ അവൻ മരിക്കത്തക്ക വിധം യുദ്ധത്തിന്റെ പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് മാറ്റി നിർത്തുക. യോവാബ് അതനുസരിച്ചു. വെട്ടേറ്റ് മരിക്കത്തക്ക വിധം ശത്രുക്കൾക്ക് ശേഷിയുള്ള ഒരു സ്ഥാനത്ത് ഉറിയയെ മാറ്റി നിർത്തി. അങ്ങനെ സ്വരാജ്യ സ്നേഹിയായ ഒരു ധീര യോദ്ധാവ് തന്റെ രക്ഷയ്ക്ക് നിലകൊള്ളേണ്ട സ്വന്തം രാജാവ് ഒരുക്കിയ ചതിക്കുഴിയിൽപ്പെട്ട് ശത്രു സൈന്യത്തിന്റെ വെട്ടേറ്റ് പിഴഞ്ഞു മരിച്ചു. ഉറിയയുടെ ഭാര്യ ബത്ശേബ വിലപിച്ചു. രാജാവ് അമാന്തിച്ചില്ല. വിലാപകാലം കഴിഞ്ഞ ഉടനെ തന്നെ അവളെ അവന്റെ ഭാര്യയാക്കി. തെറ്റിന്റെ കാഠിന്യം ദാവീദ് അറിഞ്ഞിരുന്നില്ലേ? കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ പക്കലേക്ക് അയക്കുന്നു. പ്രഭു, പ്രവാചകൻ നാഥാൻ അവിടുത്തെ സന്ദർശിക്കുവാൻ എത്തിയിരിക്കുന്നു. നാഥാൻ, അനീക്കൂ. ദാവീദ് മഹാരാജാവ് നീണാൾ വാഴട്ടെ. വെറും ഒരു ഇടയച്ചെറുക്കനായിരുന്നു നമ്മെ മേച്ചിൽ സ്ഥലത്ത് നിന്നെടുത്ത് തൻ്റെ ജനമായ ഇസ്രയേലിന്റെ രാജാവാക്കിയ എൻ്റെ ദൈവം ഈ അധരങ്ങളോടെയാണല്ലോ നമ്മോട് സംസാരിക്കുന്നത്. പറയൂ നാഥാൻ, എന്താണ് അവിടത്തേക്ക് നമ്മോട് ഉണർത്തിക്കാനുള്ളത്? പ്രഭു, കർത്താവിന് അനിഷ്ടമായ ഒരു സംഭവം ഈ നാട്ടിൽ അരങ്ങേറിയത് അവിടുത്തെ ഒന്ന് ഉണർത്തിക്കുക, അത്രമാത്രം. പറയൂ, എന്താണ് നാഥാൻ? പ്രഭു, ഒരു നഗരത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രനോ തനിക്ക് സ്വന്തമായി ഒരു പെണ്ണാട്ടുംകുട്ടി മാത്രം. അതവന്റെ എല്ലാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു അതിഥി വന്നു. അയാൾ തന്റെ 1000-ൽ ഒന്നിനെ പോലും കൊല്ലാതെ പാവമാ ദരിദ്രന്റെ എല്ലാമായ പെണ്ണാടിനെ പിടിച്ചു കൊന്ന് അതിഥിക്ക് വിരുന്നൊരുക്കി. എന്ത്? നാം ഭരിക്കുന്ന ഇസ്രായേലിലോ ഈ നീചകൃത്യം? ഇത് ചെയ്തവൻ ആരായാലും അവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാകും. അതെ, അവന് വധശിക്ഷ തന്നെ. പറയൂ നാഥാൻ, ആരാണ് അവൻ? അറിഞ്ഞുകൊള്ളൂ മഹാരാജാവേ, ആ മനുഷ്യൻ. പറയൂ നാഥാൻ, ആരാണ് ആ മനുഷ്യൻ? നീയാണ് നാഥാൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ രാജാവേ, ശിക്ഷിക്കപ്പെടേണ്ടത് നീയാണ്. ഈ സൗഭാഗ്യങ്ങളെല്ലാം നിനക്കേകിയ കർത്താവ് ഇനിയുമേറെ നിനക്ക് നൽകുമായിരുന്നു. എന്നാൽ അവിടുത്തെ മുമ്പാകെ നീ തിന്മ ചെയ്തിരിക്കുന്നു. ഹിത്യനായ ഉറിയയെ നീ ശത്രുക്കളുടെ വാളിനിരയാക്കി. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. ദൈവകൽപ്പന ലംഘിച്ച നിന്റെ ഭവനത്തിൽ നിന്ന് ഇനി ഒരിക്കലും വാളൊഴിയുകയില്ല മഹാരാജാവേ. തെറ്റിപ്പോയി കർത്താവേ, തെറ്റിപ്പോയി. അവിടുത്തെ ഈ ദാസന് യഹോവേ കൈവെടിയരുതേ, കൈവെടിയരുതേ. കരുണ
ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ദൈവത്തെ തിരികെ നേടിയ ദാവീദ് ഇനിയും പാപത്തിലേക്കില്ല എന്ന വാഗ്ദാനവും പാലിച്ച് ശിഷ്ടകാലം ജീവിച്ചു. പാപത്തിന്റെ ഫലമായ കുഞ്ഞിനെ ജീവിക്കാൻ ദൈവം അനുവദിച്ചില്ലെങ്കിലും ദാവീദിന് പിന്നീട് ബത്ശേബയിലുണ്ടായ പുത്രൻ സോളമനിലൂടെയുള്ള വംശാവലിയിലാണല്ലോ പ്രിയരെ മാനവരാശിയുടെ രക്ഷകനായ ക്രിസ്തു ഭൂജാതനായത്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് തുടങ്ങിയ പഴയകാല നിയമങ്ങളെല്ലാം തിരുത്തി സ്നേഹത്തിന്റെ വാളേന്തി യുദ്ധം ചെയ്യാൻ നമ്മെ പഠിപ്പിച്ച് നമ്മെ ഇന്നും നയിക്കുന്ന കർത്താവിന്റെ പാദങ്ങളിൽ വണങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഈ എളിയ കലാരൂപം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.